അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വീഡിയോയിലെത്തിയിട്ടുള്ളത് ഇന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായൊരു ദിനമാണ്. ദേശീയ കൗൺസിൽ മീറ്റ് ഇന്ന് നടക്കുകയാണ്. കൗൺസിൽ മീറ്റ് നടന്ന് പുതിയ ഭാരവാഹികളെയൊക്കെ പ്രഖ്യാപിച്ച ഒരു സന്ദർഭത്തിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത്. ഏതായാലും പുതിയ കമ്മിറ്റിക്ക് മുസ്ലിം ലീഗിൻ്റെ ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഹരിതാഭിവാദ്യങ്ങളും നേരുകയാണ്. തുടർന്നും മുസ്ലിം ലീഗിൻ്റെ സജീവമായ പ്രവർത്തനം ദേശീയ രാഷ്ട്രീയത്തിൽ വളർന്നു പന്തലിച്ചുകൊണ്ട് ഇനിയും ഒരുപാട് മുന്നോട്ട് നയിക്കാൻ പ്രിയപ്പെട്ട നേതാക്കൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ഇന്ന് മുസ്ലിം ലീഗിൻ്റെ ദേശീയ കൗൺസിൽ മീറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇറങ്ങിയ സപ്ലിമെൻറ്റിൽ ചന്ദ്രികയിൽ വന്ന സപ്ലിമെൻറ്റിൽ ബഹുമാന്യനായ മുസ്ലിം ലീഗ് ദേശീയ രാഷ്ട്രീയ കാര്യ സമിതി ചെയർമാൻ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ എഴുതിയ ലേഖനം നിങ്ങൾക്ക് മുന്നിൽ ഞാനൊന്ന് വായിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. തീർത്തും അസുഖകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ നമ്മുടെ നാടിനെയും ജനതയെയും ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്നു. പ്രകോപനങ്ങളെ ഇന്ത്യൻ സൈന്യം ശക്തമായി നിലയുറപ്പിച്ച് പ്രതിരോധിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഒരു ജനതയെന്ന നിലയിൽ ഒന്നിച്ചു നിൽക്കുകയാണ് നാം വേണ്ടത്. ജനങ്ങളിൽ അനൈക്യമുണ്ടാക്കുക എന്നത് ശത്രുരാജ്യത്തിൻ്റെ താല്പര്യമാണ്. അതിനെ എളുപ്പത്തിലാക്കുന്ന പ്രവർത്തനങ്ങളാണ് രാജ്യസ്നേഹികളെന്ന് മേനി നടിക്കുന്ന ഇന്ത്യയിലെ ചില ശക്തികൾ ചെയ്യുന്നത്. ഇന്ത്യൻ മുസ്ലിംകൾക്ക് രാജ്യസ്നേഹത്തിൻ്റെ പാഠം പറഞ്ഞു കൊടുക്കുന്നവർ ഓർക്കാത്ത, മനസ്സിലാക്കാത്ത അധ്യായങ്ങളുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ. രാജ്യം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം 1947 ഡിസംബർ 13-14 തീയതികളിൽ കറാച്ചിയിൽ സർവേന്ത്യ മുസ്ലിം ലീഗിൻ്റെ അവസാനത്തെ കൗൺസിൽ നടക്കുന്നു. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അനുമതി വാങ്ങി ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും മറ്റു പലരും ആ യോഗത്തിൽ സംബന്ധിച്ചു. ഈ യോഗത്തിൽ വെച്ച് ഖായിദെ മില്ലത്ത് പ്രഖ്യാപിക്കുന്നു, ഇപ്പോൾ നമ്മൾ 2 രാജ്യക്കാരാണ്. ഞങ്ങളുടെ പ്രശ്നങ്ങളും ആവലാതികളും ഞങ്ങൾ നോക്കിക്കൊള്ളാം. അത് അള്ളാഹുവിൻ്റെ വേണ്ടുക പോലെ നടക്കും. നിങ്ങളതിൽ തലയിടാൻ ശ്രമിക്കരുത്. ഞങ്ങൾക്ക് അനുകൂലമായ സംസാരവും ആവശ്യമില്ല. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, നിങ്ങളിൽ നിന്ന് ഒരേ ഒരു കാര്യം മാത്രമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ ജീവിക്കുന്ന ന്യൂനപക്ഷങ്ങളുടെ അഭിമാനം സംരക്ഷിക്കണം. ഇസ്ലാം പ്രവർത്തിച്ച് കാണിച്ച മാതൃക അനുസരിച്ച് അവരെ ജീവിക്കാൻ അനുവദിക്കണം. ഞങ്ങൾക്ക് അത്രമാത്രം മതി. വർഷം 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൽ കാലഘട്ടം. ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന് കത്തെഴുതി തൻ്റെ ഏകപുത്രൻ JM മിയാ ഖാനെ സൈനിക സേവനത്തിന് വിട്ടുകൊടുക്കാൻ സന്നദ്ധമാണെന്ന് അറിയിച്ചുകൊണ്ട് സർക്കാരിൻ്റെ യുദ്ധ ഫണ്ടിലേക്ക് ശമ്പളത്തിൽ നിന്നുള്ള വിഹിതം നീക്കിവെച്ച ആദ്യ പാർലമെൻറ്റ് അംഗവും ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബായിരുന്നു എന്നതാണ് സത്യം. അങ്ങനെയൊരു ഖായിദെ മില്ലത്തിൻ്റെ പിന്മുറക്കാർക്ക് രാജ്യതാൽപര്യത്തിനൊപ്പം മാത്രമാണ് നിൽക്കാൻ കഴിയുക എന്നുള്ളത് സത്യമാണ്. ഇന്ത്യയുടെയും മുസ്ലിം ലീഗിൻ്റെയും ചരിത്രം പരിശോധിച്ചാൽ അത് വ്യക്തമാകുകയും ചെയ്യും. ഇന്ത്യയുടെ രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും മുസ്ലിം ലീഗിൻ്റെ വ്യക്തമായ ചുവടുവെപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഭരണഘടനയുടെ നിർമ്മാണത്തിൽ പങ്കാളികളായി തുടങ്ങി പിന്നീട് ഇന്നുവരെ ലോക്സഭയിൽ മുസ്ലിം ലീഗിൻ്റെ ദൈക്ഷണികമായ നേതാക്കൾ പ്രതിനിധികളായിട്ടുണ്ട്. രാജ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങളിലെല്ലാം പാർട്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. മുസ്ലിങ്ങളുടെയും മറ്റു പിന്നോക്ക ന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുന്നു. അവരുടെ രാഷ്ട്രീയവും സാമൂഹികവും വിദ്യാഭ്യാസപരമായ എല്ലാ മുന്നേറ്റത്തിലും മുസ്ലിം ലീഗ് ചാലകശക്തിയാകുന്നു. രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും തകരുന്നുവെന്ന പ്രതീതി ഉണ്ടാക്കുമ്പോഴേക്കും മുസ്ലിം ലീഗ് നേതാക്കൾ അവിടെ ഓടിയെത്തും. രാജ്യത്തെ കലാപഭൂമികളിലെല്ലാ സ്ഥലത്തും എത്തി അവിടുത്തെ തീ അണച്ചു കളയുന്നു. സമാധാനം കാത്തുസൂക്ഷിക്കാനും സമാധാനപരമായ സഹവർത്തിത്വത്തിനും വേണ്ടി സദാ പ്രവർത്തിക്കുന്നു. 1992 ഹിന്ദുത്വ ഭീകര തീവ്രവാദികൾ ബാബറി മസ്ജിദ് തകർത്തപ്പോൾ മുസ്ലിം സഹോദരങ്ങളോട് ക്ഷേത്രങ്ങൾക്ക് കാവലിരിക്കാൻ പറഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ പേരാണ്
മുസ്ലിം ലീഗ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നായകനായിരുന്ന പ്രസ്ഥാനം, അതാണ് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നായകനായിരുന്ന പ്രസ്ഥാനം. ബാബരി കേസിൽ അനീതി എന്ന് വിശ്വസിക്കുന്ന വിധിയുണ്ടായപ്പോഴും സംയമനത്തിനാണ് മുസ്ലിം ലീഗ് ആഹ്വാനം ചെയ്തത്. അതേസമയം അവകാശ നിഷേധങ്ങളും ഭരണഘടനാ ലംഘനങ്ങളും ഉണ്ടാക്കുമ്പോഴും മുസ്ലിം ലീഗ് അതിനെതിരെ ശക്തമായി ജനാധിപത്യപരമായി അണിനിരന്നിട്ടുണ്ട്. മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരന്മാരാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ, അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ, ഭരണകൂടം തന്നെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അതിനെല്ലാം പ്രതിരോധിക്കുന്നു. പൗരത്വ നിയമ ഭേദഗതികൾക്കെതിരെ അവസാനം വരെ വഖഫ് നിയമ ഭേദഗതികൾക്കെതിരെയുമെല്ലാം പാർലമെൻറ്റിൽ ശക്തമായി ശബ്ദമുയർത്തുകയും നീതി തേടി സുപ്രീം കോടതിയെ സമീപിക്കുകയും തെരുവുകളിൽ ജനാധിപത്യ സമരം ചെയ്യുകയും ചെയ്തു മുസ്ലിം ലീഗ്. മുസ്ലിം ജനവിഭാഗത്തിൻ്റെ അഭിമാനകരമായ അസ്തിത്വം എന്ന ലക്ഷ്യത്തിൽ നിന്നും പിന്നോട്ട് പോകാതെ ഇന്നും ആ പ്രവർത്തനം വീതിയിലുണ്ട്. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഉണ്ടാകില്ലെന്ന് കരുതിയിരുന്ന സമുദായത്തിൽ നിന്നും കേന്ദ്രമന്ത്രിയെയും കേരളത്തിലെ മുഖ്യമന്ത്രിയെയും സംഭാവന ചെയ്യാൻ പോലും മുസ്ലിം ലീഗിനായി. നേതാക്കളുടെ അതിരുകളില്ലാത്ത സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമായിരുന്നു സമുദായം കൈവരിച്ച നേട്ടങ്ങളിലെല്ലാം. സമുദായ മുന്നേറ്റത്തിന് ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് വേണ്ടതെന്ന് നമ്മുടെ നേതാക്കൾ തിരിച്ചറിഞ്ഞിരുന്നു. സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും ഐക്യം മുഖ്യ അജണ്ടയാക്കി കൂട്ടുകക്ഷി ഭരണത്തിലൂടെ അധികാരത്തിലേറി മറ്റുള്ളവരുടെ അവകാശങ്ങളിൽ കൈകടത്താതെ സ്വന്തം സമുദായത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ നമ്മുടെ നേതാക്കൾക്ക് എന്നും സാധിച്ചിരുന്നു. അന്യരുടെ തലനാരിഴ പോലും അപഹരിക്കുകയില്ല, എൻ്റെ സമുദായത്തിൻ്റെ ഒരു മുടിനാരിഴ പോലും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ലെന്ന് എന്നതായിരുന്നു CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ പ്രഖ്യാപനം. നിരക്ഷരരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായിരുന്ന ഒരു സമുദായത്തെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിലൂടെ നമുക്ക് മെച്ചപ്പെട്ട സാഹചര്യത്തിലെത്തിക്കാൻ സാധിച്ചു. സാമൂഹികവും രാഷ്ട്രീയപരവും വിദ്യാഭ്യാസപരവുമായുള്ള മുന്നേറ്റം പൂർണ്ണമായിട്ടില്ല. ഇനിയുമേറെ ദൂരം താണ്ടാനുണ്ട്. നമ്മുടെ പാന്താവ് വ്യക്തമാണ്. ദുർഘടം പിടിച്ചതും ഇനിയുള്ള മുന്നേറ്റങ്ങൾക്ക് ഗതിവേഗം പകരാനുള്ള പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാനുള്ള കൗൺസിൽ നടക്കുകയാണ്. പ്രവർത്തനങ്ങൾ എളുപ്പമാക്കാൻ നാം രാജ്യ തലസ്ഥാനത്തെ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ നാമധേയത്തിൽ ഓഫീസ് പണികഴിപ്പിക്കുകയും കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്തെ നിലവിലെ സാഹചര്യത്തിൽ നിശ്ചയിച്ചിരുന്ന തീയതികളിൽ ഓഫീസിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കില്ലെന്നത് വിഷമമാണ്. എന്നാൽ രാജ്യവും പൗരന്മാരും ദുഃഖകരമായ അവസ്ഥയിൽ കഴിയുമ്പോൾ അത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാൻ നമുക്കാവില്ല. രാജ്യമാണ് നമ്മുടെ പ്രഥമ പരിഗണന. രാജ്യവും സമുദായവും നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെ നമ്മൾ ഒന്നിച്ച് അതിജയിക്കും. തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. അതാണ് ചരിത്രം. മുസ്ലിം ലീഗിൻ്റെ ചരിത്ര പതാക ഇന്ത്യൻ രാഷ്ട്രഭൂമികയിൽ ന്യൂനപക്ഷങ്ങളുടെ അഭിമാനത്തിൻ്റെ അടയാളപ്പെടുത്തലായി അവശേഷിക്കും. ജയ് ഹിന്ദ്, ജയ് മുസ്ലിം ലീഗ്. ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഒരു ലേഖനമാണ് ഇന്നത്തെ ചന്ദ്രികയിൽ വന്ന സപ്ലിമെൻ്റ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഏതായാലും ശ്രദ്ധേയമായ ഒരു മുസ്ലിം ലീഗിൻ്റെ ദേശീയ കമ്മിറ്റി നിലവിൽ വന്ന ഒരു സമയത്ത് പ്രിയപ്പെട്ട തങ്ങൾ നടത്തിയിട്ടുള്ള തങ്ങളുടെ ലേഖനം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് മുസ്ലിം ലീഗ്.